Moulavi Foundation Trust President Professor Damodaran, Sri A. Suhair, Kayankulam Yunus, നമ്മുടെ അച്ചു ശങ്കർ, അൻവർ സാദത്ത്, ഫാത്തിമ സുഹേർ, dear fellow participants. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, നിങ്ങളിൽ നല്ലൊരു ശതമാനവും ഇവിടെ വന്നിരിക്കുന്നത് പ്രധാനമായും പ്രൊഫസർ V.K. രാമചന്ദ്രൻ്റെ പ്രഭാഷണം കേൾക്കാനാണ്. അതോടൊപ്പം N.A.Karim അവാർഡ് സ്വീകരിക്കുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാനും കൂടിയാണ്. അതിനിടയിൽ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറയുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ക്ഷമ വീണ്ടും പരിശോധിക്കാനുള്ള ഒരു താല്പര്യം എനിക്കില്ല. എന്നിരുന്നാൽ പോലും ഒരു ചടങ്ങ് എന്ന നിലയിൽ പാരമ്പര്യം പലപ്പോഴും മലയാളികൾ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായുള്ള ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ് മാത്രമായി ഇതിനെ കണ്ടാൽ മതി. 1-2 കാര്യങ്ങൾ മാത്രമേ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രധാനമായും നമുക്കറിയാം, ഇത് അബ്ദുൽ ഖാദർ വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ്. വക്കം മൗലവി അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഭാഗത്ത് ആദ്യമായി ഒരു പ്രിന്റ് മീഡിയ അല്ലെങ്കിൽ പ്രിന്റ് മോഡേണിറ്റി എന്ന രീതിയിൽ പ്രിന്റ് മീഡിയ അവതരിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ്. സ്വദേശാഭിമാനി അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് ഞാൻ അദ്ദേഹത്തെ പല സ്ഥലത്തും വിളിക്കാറുള്ളത്. ഈ പ്രിന്റ് മോഡേണിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം കാണേണ്ടതുണ്ട്. യൂറോപ്പിൻ്റെ ചരിത്ര സാഹചര്യത്തിൽ പോലും അതിൻ്റെ ചരിത്രം വിലയിരുത്തിയിട്ടുള്ള ബെനഡിക്റ്റ് ആൻഡേഴ്സനെ പോലെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് പ്രിന്റ് ക്യാപിറ്റലിസം എന്നാണ്. പ്രിന്റ് മീഡിയ അല്ലെങ്കിൽ പ്രിന്റ് മോഡേണിറ്റി എന്ന രീതിയിൽ അത് ആ അർത്ഥത്തിൽ അദ്ദേഹം പോലും ആ രീതിയിൽ അതിനൊരു തലക്കെട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ വളരെ ബോധപൂർവം പറയുകയാണ്, യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രിന്റ് മോഡേണിറ്റിയുടെ ഒരു ഉദയമാണ് ഈ സ്വദേശാഭിമാനിയിലൂടെ ഉണ്ടായത് എന്നാണ്. അതുകൊണ്ടാണ് സ്വദേശാഭിമാനി അബ്ദുൽ ഖാദർ മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ഫലപ്രദമായി തീർന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിന്റ് മോഡേണിറ്റി ഒരേ സമയത്ത് അധികാരത്തെ സൃഷ്ടിക്കുകയും അധികാരത്തെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രം യൂറോപ്പിലായാലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വദേശാഭിമാനിയുടെ ആദ്യ ലക്കങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 തലത്തിലുള്ള ഒരു ഇടപെടലുകൾ അവരിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. ഒന്ന്, വളരെ മോറലായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നിരന്തരം ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, നമുക്കൊക്കെ പരിചയമുള്ള ഒരു വിഷയമാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. അത്തരമൊരു വിഷയവും നിരന്തരം ഇതിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്രധാനം എന്ന് പറയുന്നത് ഒരു സെൽഫ് ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ ഒരു നിലവിലുള്ള സ്റ്റേറ്റിനെ ചാലഞ്ച് ചെയ്യുന്നുകൊണ്ടുള്ള ഒരു പബ്ലിക് സ്പിയർ ജനറേറ്റ് ചെയ്യുകയാണ് പ്രധാനമായും ഈ സ്വദേശാഭിമാനി അബ്ദുൽ ഖാദർ മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും ചെയ്തത് എന്നതാണ് നാം ഓർക്കേണ്ട ഒരു കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി നമ്മൾ കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ഇടപെടലുകൾ നമ്മുടെ അക്കാഡമിയ miserably failed in understanding the contributions made by these scholars. Miserably failed. നിങ്ങൾ ഒരുപക്ഷെ വിദേശ പുസ്തകം വായിച്ചാൽ വക്കം മൗലവിയുടെ കോൺട്രിബ്യൂഷൻസ് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ ചില പുസ്തകങ്ങളോ അതൊക്കെ വായിച്ചാൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനർത്ഥം നമ്മളെ കേരള അക്കാഡമിയ ആ അർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ സ്പെസിഫിസിറ്റിയിലേക്ക് പോകുന്ന ഒരു അക്കാഡമിയ
നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു എന്താണ് പറയുക, ഒരു ട്രാൻസ്ലോക്കൽ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഒരു ഹിസ്റ്റോറിസൈസേഷൻ നടക്കുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അത് വലിയൊരു വീഴ്ചയായിട്ട് വേണം നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഗവേഷകരും മറ്റും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഒരു 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 റിക്വസ്റ്റ് പ്രധാനമായിട്ടുമുള്ളത്. അതിൻ്റെ ഭാഗമായി ഫൗണ്ടേഷൻ, ഈ ട്രസ്റ്റ് കുറെ കൂടെ ആക്റ്റീവായി ഗവേഷണത്തിലും മറ്റും ഏർപ്പെടുന്ന ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ ഈ പ്രവർത്തനം തന്നെ ഈ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലും, ഉദാഹരണത്തിന് മലബാറിൽ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ്സ് പ്രസൻസ് ഈസ് റദർ ആബ്സെന്റ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുകൂടെ ഈ വക്കം മൗലവി ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വന്ന 2 കാര്യം, അതായത് പ്രധാനമായിട്ടും ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഫ്രാഗ്മെന്റഡ് സൊസൈറ്റിയിൽ നിന്നും ഒരു സൊസൈറ്റിയുടെ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന വലിയൊരു ചരിത്രപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത രണ്ട് ഇൻ്റലക്ച്വൽസ്. ആ ഇൻ്റലക്ച്വൽസിൻ്റെ ഹിസ്റ്ററി ആ അർത്ഥത്തിൽ നമ്മൾ വേണ്ടത്ര കൈകാര്യം ചെയ്തിട്ടില്ല. അതിലുള്ള പഠനങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ റഹീമായിട്ട് സംസാരിക്കുകയായിരുന്നു. അൽ ഗസാലിയുടെ ആൽക്കമി ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന പുസ്തകം പോലെയുള്ള വലിയ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു മഹാവ്യക്തിയാണ് വക്കം മൗലവി എന്ന് പറയുന്നത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ മുസ്ലിം സമുദായം പോലും അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കാണേണ്ട രീതിയിൽ കണ്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പലപ്പോഴും കമ്മ്യൂണിറ്റീസ് ഏറ്റെടുക്കുന്നതിലൂടെയാണ് പല വ്യക്തികളും ആ നിലയിലേക്ക് ഉയർന്നത് എന്ന് നമുക്കറിയാം. ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഈഴവ സമുദായം വളരെ വ്യത്യസ്തമായ താല്പര്യം തന്നെ എടുത്തിരുന്നു. പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് ഏറ്റെടുക്കുകയുണ്ടായി. നമുക്കറിയാം ചട്ടമ്പി സ്വാമിയുടെ കാര്യത്തിൽ നമുക്ക് നടന്നതും നടക്കുന്നതും നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ വക്കം മൗലവിയെ പോലെയുള്ള ഇൻ്റലക്ച്വൽസിനെ സ്വീകരിക്കാൻ അത് മുസ്ലിം സമുദായം ആ അർത്ഥത്തിൽ തയ്യാറായില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അത് മതനവീകരണത്തിൻ്റെ പേരിൽ ആണ് അദ്ദേഹം ഇടപെടാൻ ശ്രമിച്ചത് എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വളരെ സാമ്പ്രദായികമായ ചിന്തകൾ കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങൾക്ക് അദ്ദേഹം അസ്വീകാര്യനായി തീർന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്നത്തെ സമൂഹത്തിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങൾ, ഇപ്പോൾ ബഹുഭാര്യത്വത്തെക്കുറിച്ചുള്ള ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ ട്രിപ്പിൾ തലാഖ് പോലെയുള്ള വിഷയങ്ങൾ, ഒന്ന് ഓർക്കണം, അന്ന് തന്നെ അദ്ദേഹം അത് ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മെക്കാളും എത്രയോ മുമ്പേ നടക്കാൻ തയ്യാറായിട്ടുള്ള അവരുടെ പഠനങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അത് തിരിച്ചറിയാൻ നാം തയ്യാറാകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.